എന്താ പറയുക, ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീടോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ, സ്ട്രക്ചറൽ ഡാമേജ് ഒക്കെ ഉള്ള വീടാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും കൂടെ നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ ഈ സർവേ. ഈ പ്രൈസ് ഇട്ടിരിക്കുന്നതിൽ നിന്നും നമുക്ക് അവിടെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ലെവൽ 1-നെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലാണ് ലെവൽ 2-ന്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ സണ്ടും പേ ചെയ്തിട്ട് നെക്സ്റ്റ് സർവേ വേണം ആ പ്രോപ്പർട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, എല്ലാ സ്റ്റോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് അറിയായിരിക്കും, ഞങ്ങളിവിടെ UK-യിൽ ഒരു വീട് വാങ്ങിച്ചു. അപ്പോൾ റെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങളിവിടെ ഒരു വീട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറി ജസ്റ്റ് ഒരു മാസമൊക്കെ ആവുന്നു കേട്ടോ ഇപ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോസ്, നേരത്തെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്കറിയാം, ഞാനിപ്പോൾ കൂടുതലായിട്ടും വീട് വാങ്ങുന്ന പ്രോസസ്സ്, അതുപോലെ വീട് വാങ്ങിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അങ്ങനെ വീടിൻ്റെ റിലേറ്റഡ് വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറേ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള വീഡിയോസൊക്കെയും ഇങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് വീട് വാങ്ങുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് വീട് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്നുള്ളത്. അപ്പം വീഡിയോ കാണാത്ത ആളുകൾ ഞങ്ങളുടെ വീട് വാങ്ങുന്ന വീഡിയോ, അതുപോലെ തന്നെ വീട് വാങ്ങുമ്പം ഫസ്റ്റ് ടൈം ബയേഴ്സ് നമ്മൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെ, പിന്നെ വീട് വാങ്ങുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷുവറായിട്ടും അത് എല്ലാവർക്കും, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. അതുപോലെ തന്നെ ചാനൽ കണ്ടൻസ് ഒക്കെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്, ഇന്നത്തെ എൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നതും വീട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് 3 കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. മൂന്ന് ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് 3 ടോപ്പിക്സിനെ ഒറ്റ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ വീട് വാങ്ങുമ്പോഴത്തേക്കിനും ഹോം സർവേ, അപ്പോൾ നമ്മൾ വാങ്ങുന്ന ബയർ ഹോം സർവേ എടുക്കണോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അപ്പം എടുക്കുമ്പം സർവേയറെ എങ്ങനെ കണ്ടെത്താം, സർവേ ചെയ്യേണ്ട ആളുകളെ എങ്ങനെ കണ്ടെത്താം, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമതായിട്ട് വീടിൻ്റെ കീ കിട്ടുന്ന അന്ന്, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട് വാങ്ങി, നമ്മുടെ കീ കിട്ടുന്ന അന്ന് നമ്മൾ വീട്ടിലോട്ട് ഫസ്റ്റ് ടൈം വന്ന് കയറുന്നു. അപ്പോൾ നമ്മുടെ വീട് ഒഫീഷ്യലി നമ്മുടെ പേരിലാകുന്ന ദിവസമാണ് കേട്ടോ. അതായത് ഒഫീഷ്യലി നമുക്ക് കീ കിട്ടുകയാണ്, നമ്മുടെ ഹോം ഓണറായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ആ ഡേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ ഒരു കീ കിട്ടിയതിന് ശേഷം വീട് നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ പേരിലായതിന് ശേഷമുള്ള അത്യാവശ്യമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണ് കാര്യങ്ങൾ, അത്രയും ഈ 3 കാര്യങ്ങളെയാണ് ഞാനിന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ സ്റ്റോക്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ഹോം സർവേയിലേക്ക് പോകട്ടോ. അപ്പം ഹോം സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഹോം സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിന് എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടോ, അതുപോലെ തന്നെ ഡാമ്പ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോം സർവേ നമ്മൾ വീട് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ലോണിന് വേണ്ടിയിട്ട്, ലോൺ അഥവാ മോർഗേജ് എന്ന് ഇവിടെ പറയും. അപ്പോൾ മോർഗേജിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് മോർഗേജിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാങ്കുകാർ അല്ലെങ്കിൽ ബിൽഡിംഗ് സൊസൈറ്റി ആരാണോ നമുക്ക് ലോൺ തരുന്നത്, അവർ അവരുടെ സൈഡിൽ നിന്ന് ഒരു സർവേ ചെയ്തിട്ടുണ്ടാവും. അതൊരു ബേസിക് സർവേ ആണ് കേട്ടോ. അപ്പോൾ ആ സർവേയിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിരിക്കും. അപ്പം അവർ ആ ഒരു ഏരിയയും പ്രോപ്പർട്ടിയും വാല്യൂ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട്, ഒന്ന് സർവേ പോലെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ, ഇപ്പം നമുക്ക് മാർക്കറ്റിൽ വന്നിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ആ ഒരു വാല്യൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരൊന്ന് അനലൈസ് ചെയ്യും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർട്ടിക്ക് വാല്യൂ ഉണ്ടെങ്കിലാണ് അവർ അത്രയും ഒരു വാല്യൂ നമുക്ക് മോർഗേജ് ആയിട്ട് തരുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടം വരാൻ പാടില്ലല്ലോ. അതായത് വാല്യൂ കുറവുള്ള പ്രോപ്പർട്ടിക്ക് അവർക്ക് അത്രയും വില കൊടുത്തിട്ട് മോർഗേജ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമല്ലേ, ഫ്യൂച്ചറിൽ പ്രോപ്പർട്ടിക്ക് വിലയുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ മോർഗേജ് തരുന്ന ബാങ്കുകാർ ഈ ഒരു വീടിനെ ഒന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള, ഭയങ്കര ഡീപ്പായിട്ടുള്ള സർവേ ആയിരിക്കത്തില്ല, ബേസിക് ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവരൊന്ന് ശ്രദ്ധിക്കും. അനലൈസ് ചെയ്തിട്ട് എന്താ പറയുക, ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീടോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ, സ്ട്രക്ചറൽ ഡാമേജ് ഒക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ തരാൻ വേണ്ടിയിട്ട്, ലോണിനെ അത് എഫക്റ്റ് ചെയ്ത്, അതായത് ആ വീട് പിന്നെ ഇടിഞ്ഞു പൊളിയാറായിരിക്കുന്ന വീടിനൊന്നും ഒരു ലോൺ തരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, വീടിന് ഇപ്പോൾ അവർ മോർഗേജ് പറയുന്ന എത്രയാണോ എമൗണ്ട്, ആ ഒരു എമൗണ്ട് പ്ലസ് ഈ ഒരു വീടിൻ്റെ വില ഇട്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റും ഒക്കെ ഇടണം എന്ന് പറഞ്ഞാലും ആ വീടിന് മാർക്കറ്റിൽ ഇട്ടിരിക്കുന്ന വിലയ്ക്കുള്ള പ്രോപ്പർട്ടി ആ വീടുണ്ടോ ഇല്ലയോ എന്ന് അവരൊന്ന് അനലൈസ് ചെയ്യും. പിന്നെ ബേസിക് ആയിട്ടുള്ള പെട്ടെന്ന് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. എന്നാലും
ലോണിന് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി വർത്താണോ എന്നുള്ളതാണ് കേട്ടോ അവർ ബേസിക്കായിട്ട് അതിനെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാല്യുവേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മോർഗേജ് കിട്ടുന്നത്. അപ്പം ഇത് കൂടാതെ നമുക്ക് ഒരു സർവേയും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അത് നിർബന്ധമല്ല, ഓപ്ഷണലാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്. ബയർക്ക് ഒരു പീസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് അത് വീട് വാങ്ങിക്കുമ്പം എന്താ പറയുക, നമുക്കിപ്പം ആദ്യത്തെ വീടാണ്, നമ്മൾ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന വീടാണ്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടോ, ഇനിയിപ്പോൾ കയറി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അവിടെ നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിക്കുമോ, അപ്പോൾ അങ്ങനെയൊക്കെ ഡൗട്ടുള്ള സമയത്ത്, അതുപോലെ തന്നെ പിന്നീട് ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ഒരു വീട്ടിൽ തന്നെ നിൽക്കണമെന്നുണ്ടാവില്ല. ഒരു 5-10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ചേഞ്ച് ആഗ്രഹം കാണും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ഇടുമ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ വാങ്ങാൻ പോകുന്ന ആളുകൾ ഒരു പക്ഷേ സർവേ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ആ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അയ്യോ ഞങ്ങൾ വാങ്ങിച്ച സമയത്ത് സർവേ എടുത്തിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും കൂടെ നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ ഈ സർവേ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു സമാധാനത്തോടു കൂടി വീട്ടിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് സർവേ എടുക്കാം. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിന് സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിപ്പം നമ്മൾ ആരും എങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്യുമല്ല, പക്ഷെങ്കിൽ സർവേ എന്താണ്, സർവേയുടെ ആവശ്യകതയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു സർവേക്കകത്ത് ഇപ്പം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സർവേ എടുക്കുന്നത്, പെയ്ഡ് സർവേ ആണ്. അതിനകത്ത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ സർവേയുടെ കാറ്റഗറീസ് മാറും. അപ്പം ഓരോന്നും നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെവൽ 1 കവർ ചെയ്യുന്നതിലും കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിരിക്കും ലെവൽ 2. ലെവൽ 3 എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സർവേ ആയിരിക്കും. അപ്പം നമുക്ക് ഏത് കാറ്റഗറി സർവേ വേണം, സർവേ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഓരോന്നിനും പൈസ ഡിഫറൻസസ് ഉണ്ട്. ലെവൽ 1-നേക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലാണ് ലെവൽ 2-ന്. ലെവൽ 3 കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ തന്നെ പ്രൈസും വ്യത്യാസമുണ്ട്. ഇനി ഒരു പ്രൈസ് എന്ന് പറയുന്നത് സർവേയറിനെ അനുസരിച്ച് മാറും കേട്ടോ. ഇപ്പോൾ കോസ്റ്റ് ഓഫ് സർവേ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സർവേയറിനെ അനുസരിച്ച് മാറും. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സോളിസിറ്ററിനെ കണ്ടുപിടിക്കാൻ നേരവും മോർഗേജ് അഡ്വൈസറിനെ കണ്ടുപിടിക്കാൻ നേരവും ഒക്കെ, മോർഗേജ് അഡ്വൈസർ അല്ല സോളിസിറ്റേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ നേരം നമ്മൾ കോട്ടുകൾ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് പല ആളുകളുടെ കയ്യിൽ നിന്ന് കോട്ട് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് റിവ്യൂവും എല്ലാം നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സർവേയറുടെ കാര്യത്തിൽ നമുക്ക് കോട്ടുകൾ എടുക്കാം. നമുക്ക് ചീപ്പായിട്ടുള്ളത്, അഫോർഡബിൾ ആയിട്ടുള്ള കോട്ടുകളൊക്കെ എടുക്കാം. അതോടൊപ്പം തന്നെ സർവേയുടെ റിവ്യൂ നമുക്ക് ഗൂഗിൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, പ്രീവിയസ് ആളുകൾ കസ്റ്റമേഴ്സ് ഹാപ്പി ആണോ ഈ സർവേയിൽ, അതൊക്കെ നോക്കിയിട്ടും കമ്പയർ ചെയ്തിട്ടും പ്രൈസും ഒക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ബെറ്റർ കോട്ട് ഒപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവേ അപ്പോൾ നമ്മൾ ഒപ്റ്റ് ചെയ്യുന്ന സർവേക്കകത്തും ഹാൻഡിൽ ചെയ്യുന്നത് മെയിനായിട്ടും ഡാമ്പുണ്ടോ വീടിനകത്ത്, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഡാമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടോ, നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെല്ലാ മുക്കും മൂലയൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് വെരിഫൈ ചെയ്യും. പിന്നെ ഈ പ്രോപ്പർട്ടിക്ക് സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിൽ ചുമ്മാ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനത്തെ അല്ല, ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് തരുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടൊരു കുറച്ച് ലെങ്തി റിപ്പോർട്ടായിരിക്കും. അതിനകത്ത് മെയിനായിട്ടും അവർ വാണിങ്, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെഡ് മാർക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, അറ്റൻഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കുഴപ്പമില്ല എന്നാൽ ഫ്യൂച്ചറിൽ പ്രശ്നമായേക്കാം എന്ന് പറഞ്ഞിട്ടും അവർ ഓരോ കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യും. അപ്പോൾ ആ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഈ വീട് എന്താ പറയുക നമുക്ക് മാറണോ വേണ്ടയോ. അപ്പം ചില കേസിൽ ഇപ്പം സർവേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേക്കകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മെൻഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി പ്രൈസ് ഇട്ടിരിക്കുന്നതിൽ നിന്നും നമുക്ക് അവിടെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ ഏജൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പ്രോപ്പർട്ടി സർവേ ചെയ്തു. അപ്പം മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ സർവേയുടെ നമുക്ക് ഒളിഞ്ഞു കിടക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ വീടിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ നമുക്ക് നമ്മുടെ ഏജൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ സർവേ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന വില ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം
ഈ വിലയ്ക്ക് ഉള്ള പ്രോപ്പർട്ടി അതില്ല, ഇവിടെ ഇന്ന കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ വിലയിലും കുറഞ്ഞ ഇത്രയും നെഗോസിയേഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് നമുക്കൊരു നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ഓഫറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ സെയിലിനോട് ഏകദേശമൊക്കെ അടുത്ത് നിൽക്കുന്ന സമയമാണ്, പിന്നെ അവരുടെ അർജൻസി എത്രത്തോളം ഉണ്ട് സെല്ലറുടെ, അതൊക്കെ മാറ്ററാണ് ഇക്കാര്യത്തിൽ. അപ്പോൾ അവർക്കും കൂടെ അത് അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന പ്രൈസിലായിരിക്കും ആ ഒരു പ്രോപ്പർട്ടി വിൽപ്പന നടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെല്ലർക്ക് ഒരു ഇച്ചിരിയും കൂടെ ഒക്കെ പൈസ വേണമെന്നുണ്ടെങ്കിൽ നമുക്കും അത് ഓക്കെ ആണെങ്കിൽ മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും ആ ഒരു സെയിൽ അവിടെ നടക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനിയിപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് സർവേ എടുത്തപ്പോൾ സർവേ റിപ്പോർട്ടിൽ നമ്മൾ ഒട്ടും ഹാപ്പി അല്ല. അപ്പോൾ നമുക്ക് ആ വീട് എടുക്കാൻ നമുക്ക് താല്പര്യമില്ല, മനസ്സുകൊണ്ട് നമുക്ക് താല്പര്യമില്ല, ഇത്രയും ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഒരു നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഓഫർ കൊടുത്തിട്ട് ആ വീട് എടുക്കാനും നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഫർ റിജക്റ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി സെയിലിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഏജൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെയും നമുക്ക് സന്തോഷമില്ലാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകും എന്ന് തോന്നുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് താല്പര്യമില്ലാതെ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു, ഈ പ്രശ്നങ്ങളോടുകൂടി ഞങ്ങൾക്ക് ആ വീട് വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് വേറെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ സർവേ എന്ന് പറഞ്ഞ പെയ്ഡ് സർവേ ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ പ്രോപ്പർട്ടി നോക്കുന്ന സമയത്ത് നമ്മൾ സർവേ കിട്ടി, റിപ്പോർട്ടിന് പൈസ ഓൾറെഡി പേ ചെയ്തിട്ടായിരിക്കും സർവേ അവർ ചെയ്യുന്നതും റിപ്പോർട്ട് നമുക്ക് തരുന്നതും. ആ സർവേന് ശേഷം വേറെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇനി വേറെ പ്രോപ്പർട്ടീസ് നോക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ പ്രോപ്പർട്ടിക്ക് നമുക്ക് സർവേ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പേ ചെയ്തിട്ട് നെക്സ്റ്റ് സർവേ വേണം ആ പ്രോപ്പർട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സർവേയുടെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞത്, പ്രോപ്പർട്ടി ഭയങ്കര പ്രശ്നമുള്ള പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ സെയിലിനെ അത് ബാധിക്കും, ഫ്യൂച്ചർ പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ അത് ബാധിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് പ്രോപ്പർട്ടി തന്നെ റിജക്റ്റ് ചെയ്യാം. വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ സെയിലിനും ഒന്നും പ്രശ്നങ്ങളില്ല, എന്നാൽ നമുക്ക് പണിതെടുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളെങ്കിൽ ആ പണിയാനുള്ള കോസ്റ്റൊക്കെ ഒന്ന് നോക്കി ഏകദേശം ഒന്ന് ആഡപ്പ് ചെയ്ത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് കൗണ്ടർ ഓഫർ വേറെ കൊടുക്കാം. അതായത് ഇതിലും താത്തിട്ടുള്ള, നമ്മളിപ്പോൾ കൊടുത്തതിലും നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൈസിന് പണികളൊക്കെ കുറച്ചിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മെയിൻ ആയിട്ടുള്ള 2 ഗുണങ്ങളാണ് കേട്ടോ സർവേയുടെ ഈ ഒരു 2 ഗുണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ സർവേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചറൽ ഡാമേജസ് ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് വീട്ടിലുള്ള മെഷീൻസ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് കാര്യങ്ങൾ, അതുപോലെ അത് ഓപ്പറേഷനിലാണോ വർക്കിംഗ് കണ്ടീഷനിലാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ നോക്കില്ല. ബിൽഡിങ്ങിനെ ഉള്ള സർവേ ആണ്, ബിൽഡിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും അവർ മെയിനായിട്ട് നോക്കുന്നത്. ബിൽഡിങ്ങിൽ എന്തെങ്കിലും ക്രാക്കുകളുണ്ടോ, പൊട്ടലുകളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ബിൽഡിംഗ് ഓറിയൻറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ, അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ, അതൊക്കെ അവർ അതിൻ്റെ എക്സ്പേർട്ടിനെ തന്നെ കണ്ടുപിടിച്ച് നോക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ റിപ്പോർട്ട് തരിക. ബിൽഡിങ്ങിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ റിപ്പോർട്ടിൽ നമുക്കത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവേ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഒരുപാട് പഴക്കമുള്ള വീടുകളൊക്കെയാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ സർവേ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ആ ഒരു കേസിലൊക്കെ സർവേ ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വലിയ കാലപ്പഴക്കമൊന്നും ഇല്ലാത്ത ബിൽഡുകളാണ്, പ്രോപ്പർട്ടീസ് നല്ല പുതിയതാണ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സർവേ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു മനസ്സ് പോലെയാണ്. നമുക്കൊരു പീസ് ഓഫ് മൈൻഡോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് വാങ്ങി കയറുമ്പോഴത്തേക്കിനും ടെൻഷനൊന്നും വേണ്ട, വീട് ഓക്കെ ആണെന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് വെരിഫൈ ചെയ്തിട്ട് കയറണം എന്നുള്ള ആളുകൾക്ക് സർവേ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർവേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെയും എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എന്താണ് ഇനിയിപ്പോൾ നെക്സ്റ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ വീട് വാങ്ങാനൊക്കെ ഏകദേശം ഒന്ന് ആയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് വീട് വാങ്ങുന്ന കാര്യത്തിനെ കുറിച്ചിട്ട്, എൻ്റെ വീഡിയോയിൽ നെക്സ്റ്റ് എന്ത് കണ്ടന്റ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ആ ടോപ്പിക്സ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹോം സർവേയുടെ വീഡിയോ തന്നെ ഞാൻ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇന്നിപ്പം ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ലിസ്റ്റിലുള്ളതായിരുന്നു, പക്ഷേങ്കിൽ ഒരാളെ എന്നോട് കമൻറ്റ് ഇട്ടിട്ട് സർവേയുടെ കാര്യങ്ങൾ പറയുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രയോറിറ്റി ഹോം സർവേയുടെ വീഡിയോയ്ക്ക് കൊടുത്തത്. അപ്പോൾ വീഡിയോ ഇച്ചിരി ഞാൻ 3 കണ്ടൻസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ബാക്കി 2 ടോപ്പിക്സ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും കണ്ടു നോക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.